നമസ്കാരം. വയനാട്ടിൽ വൻ പ്രകൃതി ദുരന്തം. ചൂരൽമല പ്രദേശത്ത്, മേപ്പാടി പഞ്ചായത്ത് പ്രദേശത്തൊക്കെ തന്നെ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രദേശവാസിയായ അമ്പലവയൽവാസിയായ ഒരു വ്യക്തി പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള നിരവധി വീടുകൾ ഒലിച്ചുപോയി, അതിലൊക്കെ തന്നെ മനുഷ്യരും ഒലിച്ചുപോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ആ പ്രദേശവാസിയായ ഒരു വ്യക്തി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു ദുരന്ത ഭൂമിയായി വയനാട് മാറുന്ന കാഴ്ചയാണ് ഇന്ന് പുലർച്ചെ മുതൽ കാണുന്നത്. പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തകർക്കടക്കം എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നത് രക്ഷാപ്രവർത്തനത്തെ അത്യന്തം ദുഷ്കരമാക്കുന്നു. അതുപോലെ തന്നെ പലരും വാട്സപ്പ് സന്ദേശങ്ങളായി പല രീതിയിൽ കാര്യങ്ങൾ തങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്, തങ്ങളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം, എൻ്റെ ഭർത്താവ് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീയുടെ മെസ്സേജും ഒക്കെ തന്നെ വാട്സാപ്പിൽ കൂടെ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിലൊരു വലിയ ദുരന്ത ഭൂമിയായി വയനാട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് എത്രത്തോളം വ്യാപ്തിയുണ്ട് ഈ ദുരന്തത്തിന് എന്ന് ഇന്ന് പുലർച്ചെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം നേരം പുലർന്നാൽ മാത്രമേ അങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ കാണാൻ സാധിക്കുന്നുള്ളൂ രക്ഷാപ്രവർത്തകർക്ക്. ഇപ്പോൾ NDRFിൻ്റെ ഒരു ടീം അവിടെ ഉണ്ട്, ഒരു ടീം കൂടി എത്തും എന്ന് അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ 1-2 യൂണിറ്റുകൾ കൂടി അവിടെയുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ വലിയ ഒരു ദുരന്ത ഭൂമിയായി വയനാട് മാറിയിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു കാര്യമാണ് ഇന്ന് പുലർച്ചെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. ഇത് എത്രത്തോളം വ്യാപ്തി, എത്രത്തോളം കാഠിന്യം ഈ ദുരന്തത്തിന് ഉണ്ടാകും എന്നത് ഇനിയിപ്പോൾ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും വലിയൊരു ദുരന്തമായി ഇത് മാറുന്നു. റോഡുകൾ ഒലിച്ചു പോയിരിക്കുന്നു, വീടുകൾ തകർന്നിരിക്കുന്നു, വീടുകൾ അടക്കം ഒലിച്ചു പോയിരിക്കുന്നു. അതുപോലെ തന്നെ ആളുകളും പലരും ഒലിച്ചുപോയി. അതുപോലെ മണ്ണിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെയൊക്കെ തന്നെ രക്ഷപ്പെടുത്തുക എന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്യന്തം ദുഷ്കരമായ ഒരു കാര്യമാണ് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. റോഡുകൾ പോലും ഒലിച്ചു പോയിരിക്കുന്നു. റോഡിലൊക്കെ മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നു. അതുപോലെ മണ്ണിടിഞ്ഞു വീണിരിക്കുന്നു. വാഹനങ്ങൾക്കോ കാൽനട യാത്രക്കാർക്ക് പോലും അങ്ങോട്ടൊന്നും എത്തിച്ചേരാൻ പറ്റുന്നില്ല. പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. മേപ്പാടി, ചൂരൽമല പ്രദേശത്തൊക്കെ തന്നെ കനത്ത മഴ തുടരുകയാണ്. സുൽത്താൻ ബത്തേരി, അമ്പലവയൽ ഭാഗത്തും കനത്ത മഴയാണ് തുടരുന്നത്. പലയിടത്തും വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതേക്കുറിച്ചുള്ള വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. ഇപ്പോൾ ഈ ചൂരൽമല പ്രദേശത്തുള്ള വലിയ ഒരു ദുരന്തത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ ആ പ്രദേശത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്താകും ഇതിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ എത്ര പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, എത്ര മരണങ്ങൾ ഉണ്ടാകും, എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യമൊന്നും അറിവായിട്ടില്ല. നിരവധി പേർ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയതായി ഒരു പ്രദേശവാസി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ആരെയൊക്കെ കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയി എന്ന കാര്യത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് ബോധ്യമില്ല. വാട്സപ്പ് വഴി രക്ഷിക്കൂ ഞങ്ങളെ എന്ന് പറഞ്ഞ് നിരവധി സന്ദേശങ്ങൾ, ശബ്ദ സന്ദേശങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ വയനാട്ടുകാരൻ തന്നെയായ മന്ത്രി OR കേളു അങ്ങോട്ട് പുറപ്പെടുന്നു. അദ്ദേഹം ഉച്ചയോടുകൂടി വയനാട്ടിൽ എത്തിച്ചേരും എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് നിരവധി സന്ദേശങ്ങൾ ഇതുപോലെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദുരന്തത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ മറുനാടൻ TV അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.